സുവിശേഷ വീഥി. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഈ സുവിശേഷ വീഥിയിലേക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ക്രിസ്തുയേശു ഓർമ്മപ്പെടുത്തുന്ന ഒരു ആശ്വാസത്തിൻ്റെ തിരുവചനമുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ എന്നാണ് അതിൻ്റെ ഒരു ആരംഭ ഭാഗം. ആകാശത്തിലെ പറവകളുടെ പ്രത്യേകത എന്താണ്? ക്രിസ്തുയേശു തന്നെ കൂട്ടിച്ചേർക്കുകയാണ്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ ശേഖരിച്ചു വെക്കുന്നുമില്ല. എന്നിട്ടും അവയുടെയും കൂടി ഉടയവനായ ദൈവം അവരെ പരിപാലിക്കുന്നുണ്ട്. അവിടം കൊണ്ടും ആ ഒരു ആശയമോ നിർദ്ദേശമോ ഓർമ്മപ്പെടുത്തലോ ക്രിസ്തുയേശു അവസാനിപ്പിക്കുന്നില്ല. അതിങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്: ഈ പറവകളേക്കാൾ മനുഷ്യരെന്ന നിലയിൽ നിങ്ങൾ എത്രയോ ശ്രേഷ്ഠരാണ്. അങ്ങനെയാവുമ്പോൾ ഉടയവനായ ദൈവം നിങ്ങളെന്തുമാത്രം പരിപാലിക്കും, പരിരക്ഷിക്കും. മനുഷ്യനെന്ന നിലയിൽ നമ്മൾ വല്ലാത്ത ഒരു ആകുലതയിലാണ്. നാളെക്കുറിച്ച് മാത്രമുള്ള ആകുലതയല്ല, സകലത്തിനെക്കുറിച്ചും സദാനേരവും നമ്മളിങ്ങനെ ഉത്കണ്ഠയിലാണ്. എങ്ങനെയാകും, എങ്ങനെയായിത്തീരും, ഇനി എന്തൊക്കെ ചെയ്യണം? അങ്ങനെ നിരന്തരം ആകുലതകളിലും അതിൻ്റെ ഫലമായുള്ള അസ്വസ്ഥതകളിലുമൊക്കെ ആകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു വിടുതലും മോചനവും ഒക്കെ കിട്ടുക? ഇത്തരം ആകുലതയോ ഉത്കണ്ഠകളോ ഒക്കെ കാര്യമായൊന്ന് സ്വയം പരിശോധിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു മൂല കാരണം മിക്കപ്പോഴും എല്ലാവരിലും അവനവനിൽ തന്നെയുള്ള അമിതമായ ആശ്രയബോധം കൊണ്ട് ഉണ്ടാകുന്നതല്ലേ. അതായത് ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പോ കരുതലോ പരിപാലനമോ ഒക്കെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഏതൊരാളും ആ ഒരു പരിപാലനയും കരുതലും നടത്തിപ്പുമൊക്കെ തുടർന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കത്തില്ലേ? അപ്പോൾ ഈ തിരിച്ചറിവോ അതിൽ നിന്ന് പിന്നീട് ഉണ്ടാകേണ്ട ഒരു വിശ്വാസമോ ഇല്ലാതാകുമ്പോഴാണ് ഇത്രത്തോളം മനുഷ്യൻ അവനവനിൽ അസ്വസ്ഥനാകുന്നത്. പിന്നെ വല്ലാത്തൊരു ആർത്തിയും ദാഹവും ഓട്ടവും മത്സരവും ഒക്കെയാണ്. അങ്ങനെ മനുഷ്യൻ്റെ ഈ ആർത്തിയും ഓട്ടമൊക്കെ തന്നെയാണ് ഇത്രത്തോളം ഉത്കണ്ഠയിലേക്കും അതിൽ നിന്നുണ്ടാകുന്ന ആകുലതയിലേക്കും അസ്വസ്ഥതയിലേക്കും ഒക്കെ എത്തിക്കുന്നത്. എവിടെയാണ് ഇതിനൊരു പരിഹാരം? പരിഹാരമെന്ന് പറയുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് ആദ്യമേ ഒന്ന് കണ്ടെത്തിയാലാണ് നമുക്ക് ഒന്ന് പരിഹരിച്ചു തുടങ്ങാൻ പറ്റുക. ദൈവത്തിൻ്റെ ഒരു പരിപാലന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരന്തരമുണ്ട് എന്ന് നമ്മളെപ്പോഴും മറന്നു പോകുന്നു, അല്ലെങ്കിൽ അത് തിരിച്ചറിയാതെ പോകുന്നു. ആ ഒരു മറവിയിൽ നിന്നും ആ ഒരു തിരിച്ചറിവായ്മയിൽ നിന്നുമാണ് ഇത് ആരംഭിക്കുന്നത്. അതോടുകൂടി ആ ഒരു കരുതലോ സംരക്ഷണമൊക്കെ നാളെയും തുടർന്നുമുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റാതെ പോകുന്നു. അങ്ങനെയാണ് മനുഷ്യൻ അവനവൻ്റെ ജീവിതത്തിൻ്റെ ആ വർത്തമാന നിമിഷങ്ങളെയൊക്കെ വല്ലാതെ നശിപ്പിച്ച് കളയുന്നത്. ക്രിസ്തുയേശു പറയുകയാണ്, ആകാശത്തിലെ പറവുകളെ ഉറ്റുനോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിച്ചു വെക്കുന്നുമില്ല. അതിൻ്റെ അർത്ഥം അധ്വാനിക്കാതെ വെറുതെ അങ്ങ് നമുക്കിരിക്കാവുന്നതാണോ? ഇങ്ങനെ കാട്ടിലൂടെ ഒരു മനുഷ്യനിങ്ങനെ വിറകൊക്കെ വെട്ടാനായിട്ട് കടന്നു പോവുകയാണ്. പൊതുവെ കുറച്ച് അലസനും മടിയനുമൊക്കെയാണ്. എങ്ങനെ പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെയാണ് കാണുന്നത്. അപ്പോഴാണ് കാട്ടിലെ രാജാവ് സിംഹം അങ്ങനെ വിശ്രമിക്കുന്നൊരിടം ഇയാൾ കണ്ടെത്തിയത്. സിംഹം ഒരു പണിയെടുക്കുന്നില്ലേ? രാജാവൊക്കെ ആയതുകൊണ്ട് കൽപ്പിക്കാനായിട്ട് അധികാരമുണ്ട്, അനുസരിക്കാനായിട്ട് ആശ്രിതരുമുണ്ട്. ഇങ്ങനെയൊക്കെ വിചാരിച്ച് എന്തൊരു ഭാഗ്യമാണ് താനും എങ്ങനെ എന്നാണ് ഇങ്ങനെയൊരു രാജാവും നേതാവുമൊക്കെ ആവുക, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു കുറുക്കൻ കടന്നു വരുന്നത്. അതിൻ്റെ കയ്യിൽ കുറച്ച് മാംസം ഉണ്ടായിരുന്നു. ആ മാംസാഹാരം
സിംഹത്തിന് മുമ്പിലിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വിറക് വെട്ടാൻ വന്നയാൾ വീണ്ടും ചിന്തിക്കുകയാണ്, ഞാനിപ്പം ചിന്തിച്ചതേ ഉള്ളൂ, എന്തൊരു സുഖജീവിതമാണ്, ഇത് ഞാൻ അനുകരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നാട്ടിലെത്തിയ ആൾ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ധ്യാനിച്ചിരിക്കാനായിട്ട്, ഏതാണ്ട് കാട്ടിലെ രാജാവായ സിംഹം വരുന്നത് പോലെ വിശ്രമിക്കാനായിട്ട് തീരുമാനിക്കുക. മണിക്കൂറുകൾ പതിയെ കഴിഞ്ഞ് പകൽ കഴിഞ്ഞ് രാത്രിയാവുന്നു. വിശപ്പും ദാഹവും അല്ലാതെ കൂടുന്നു. ആരും കടന്നു വരുന്നില്ല. കാട്ടിൽ ഒരു കുറുക്കനെങ്കിലും കടന്നു വന്നത് താൻ കണ്ടതാണ്. പക്ഷെ ഇവിടെ ഒരു കുറുക്കനും കടന്നു വരുന്നില്ല. ഒരു മനുഷ്യനും തന്നെ ശ്രദ്ധിക്കുന്നേയില്ല. ഒടുവിൽ ഒരു സിദ്ധനായ, ഒരു ശ്രേഷ്ഠനായ, പ്രകാശമുള്ള, ജ്ഞാനമുള്ളൊരു മനുഷ്യൻ അവർ കടന്നു വരികയാണ്. ഇയാളുടെ ഇരിപ്പും ഇയാളുടെ അവശതയുമൊക്കെ കണ്ട് അന്വേഷിക്കുകയാണ്, നിങ്ങൾക്ക് എന്തു പറ്റി? അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ കാട്ടിൽ വിറകൊട്ടാൻ പോയതും സിംഹത്തെയും പിന്നീട് കുറുക്കനെയും കണ്ടതൊക്കെ പറയുകയാണ്. ദൈവം എനിക്ക് കാണിച്ചു തന്ന വലിയൊരു നിമിത്തമാണത്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ ആ സിംഹത്തെ അനുകരിച്ച് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം പൂർത്തിയായി. പക്ഷേ എൻ്റെ കാര്യം ദൈവവും പരിഗണിച്ചില്ല, ഭൂമിയിലെ മനുഷ്യരും പരിഗണിച്ചില്ല. ഞാൻ കടുത്ത പരിഭവത്തിലും ഇവരോടൊക്കെ കടുത്ത പരാതിയിലുമാണ്. എന്തായാലും ആ സ്വാമിജി അല്പനേരം ആലോചിച്ചിരുന്നിട്ട് പുഞ്ചിരിയോട് പറഞ്ഞു, നിനക്ക് അനുകരിക്കാനായിട്ട് സിംഹത്തെ മാത്രമേ കിട്ടിയുള്ളൂ. എന്തുകൊണ്ട് നീ കുറുക്കനെ അനുകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ശ്രമിക്കുന്നില്ല? അങ്ങനെയും ഒരു സാധ്യത നിൻ്റെ ഒരു കാഴ്ചയിലുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകുന്നത് മനുഷ്യനെന്ന നിലയിൽ ഞാനും നിങ്ങളൊക്കെ വിളിക്കപ്പെട്ട സത്യത്തിൽ എന്തിനാണ്? ആ ഒരു ദൗത്യം ഏറ്റെടുക്കാനായിട്ട് സന്നദ്ധരായിട്ടുണ്ടോ? അവനവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവം തമ്പുരാൻ എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്? അതുപോലും ഒന്ന് തിരിച്ചറിയാതെ കടന്നു പോകുക എന്നൊക്കെ പറഞ്ഞാൽ, ഭൂമിയിലെ ജീവിതം പൂർത്തീകരിച്ച് മരണത്തിലൂടെ മാറ്റപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരർത്ഥത്തിൽ എന്തൊരു പരാജയമാണ്. നമ്മളിങ്ങനെ ഭൂമി മനുഷ്യരൊക്കെ കടന്നു പോകുമ്പോൾ മരണത്തിൻ്റെ ആ ഒരു വേളയിൽ ഓർക്കേണ്ടതാണ്, ഭൂമിയിൽ രണ്ട് വിധത്തിൽ മനുഷ്യരുണ്ട്. പൊതുവെ സ്ത്രീയോ പുരുഷനുമായിട്ടൊക്കെയാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ അതൊന്നുമല്ല. ഭൂമിയിലെ മനുഷ്യർ രണ്ട് വിധമാണ്. ഒന്ന്, ജീവിച്ചിരിക്കുമ്പോഴേ മരിച്ചുപോയ മനുഷ്യരാണ്. അങ്ങനെ ചില ആളുകളില്ലേ? ചില ആളുകളെന്നല്ല, ഏതാണ്ട് പരിചയപ്പെട്ടു വന്ന ഭൂമിയിലെ ഭൂരിപക്ഷം മനുഷ്യരും ജീവിച്ചിരിക്കെ തന്നെ അവരെപ്പോഴും മരിച്ചുപോയരാ. അവരിങ്ങനെ ആ മരിച്ച മൃതമായ മരവിച്ച അവസ്ഥയിൽ തങ്ങൾക്ക് വേണ്ടിയിട്ടുമല്ല മറ്റാർക്കും വേണ്ടിയിട്ടുമല്ല ഒരാത്മാർത്ഥതയില്ലാത്തൊരു ജീവിതം നയിക്കുകയാണ്. അങ്ങനെ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു പോകുന്ന ഭൂമിയിലെ ഭൂരിപക്ഷം ആളുകൾ. ഇതിനൊരു മറുവശമില്ലേ? എന്ത്? മരിച്ചു കഴിഞ്ഞിട്ടും ജീവനോടിരിക്കുന്ന മനുഷ്യർ. അവരെയൊക്കെ നമ്മൾ എന്തുപോലും ആദരവോടുകൂടി ഇന്ന് ഓർക്കുന്നുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമുക്കിടയിൽ ഇപ്പോഴും ഉള്ളതുപോലെ. പെട്ടെന്ന് ഓർമ്മ വരുന്നത് പരിമല തിരുമേനിയാണ്. എന്തുമാത്രം ആളുകളെ നമുക്കിങ്ങനെ ഓർക്കാൻ പറ്റും? കടന്നുപോയിട്ട് 120 വർഷങ്ങൾക്ക് മീതെയായി. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് വിളിക്കാനും പറയാനൊക്കെയുള്ള തൊട്ടടുത്തുള്ള ഒരാളായിട്ട് അദ്ദേഹം ഇപ്പോഴും ഓരോ മനുഷ്യൻ്റെ ഒപ്പമില്ലേ? അങ്ങനെ ജീവിച്ചിരിക്കെ മരിച്ചു പോകുന്ന മനുഷ്യർക്കിടയിൽ മരിച്ചു കഴിഞ്ഞിട്ട് ജീവിക്കുന്ന അപൂർവം ചില ആളുകളൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അവരുടെ പ്രത്യേകത എന്തായിരുന്നു? എനിക്ക് കിട്ടാത്ത എന്താണ് അവർക്ക് ദൈവം കൊടുത്തത്? എനിക്കില്ലാത്ത എന്ത് സൗകര്യങ്ങളും സാധ്യതകളുമായിരുന്നു അവർക്ക് ദൈവം ഒരുക്കി കൊടുത്തത്, ഉറപ്പിച്ചു കൊടുത്തത്? ഒന്നുമില്ല. ഏതാണ്ട് എല്ലാവർക്കും ഒരുപോലെയൊക്കെ തന്നെയാണ് ദൈവത്തിൻ്റെ ആ സമീപനവും ദൈവമൊരുക്കുന്ന സൗകര്യങ്ങളുമൊക്കെ. പക്ഷെ നമ്മൾ ഇവയെല്ലാം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. തടിവെട്ടാനായിട്ട് കാട്ടിൽ മരങ്ങളൊക്കെ അന്വേഷിച്ച് നടന്ന ആ കുറച്ച് അലസനും മടിയനുമായ മനുഷ്യനെ പോലെ നമ്മൾ പലപ്പോഴും അനുകരിക്കുന്നത് ഉചിതമായ നല്ല മാതൃകകളെ ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതൊന്ന് ഉറപ്പ് വരുത്തണ്ടേ? മാതൃകയാക്കാനായിട്ട് മറ്റാരുമില്ല എന്ന് പോലും നമ്മൾ പരാതിപ്പെടുന്നു. ആരുമില്ല നല്ലൊരു മാതൃകയാക്കാനായിട്ട്. നമ്മളിങ്ങനെ ഉപദേശകരെയൊക്കെ തേടുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ നല്ല ചില ഉപദേശകരൊക്കെ വന്നായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമെന്നേ. പണ്ടേ വന്നിരുന്നെങ്കിൽ ഞാൻ അതിലും പണ്ടേ രക്ഷപ്പെട്ടേനെ എന്നുമാണ് മിക്ക ആളുകളും പറയുക.
നമ്മളൊക്കെ ഇങ്ങനെ ഉപദേശകരെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ എന്തിനാണ് ഇനി ഉപദേശകരെ അന്വേഷിക്കുന്നത്? മരണമെന്ന ഉപദേശകനുള്ളപ്പോൾ. ഇത് പറഞ്ഞ് നബി തിരുമേനിയാണ്. നബി തിരുമേനി പറഞ്ഞതാണ്, നമ്മളിനി പുറമേയുള്ള ഉപദേശകരെ അന്വേഷിക്കേണ്ട. ഒരു മനുഷ്യനെ നന്നാവാനായിട്ട് മരണമെന്ന ഉപദേശകനെ ഒന്ന് മനസ്സിലാക്കി തുടങ്ങിയാൽ മതി, ഒന്ന് സ്വയം ധ്യാനിച്ചു തുടങ്ങിയാൽ മതി. എപ്പോൾ വേണമെങ്കിലും നിലച്ചു പോകാവുന്ന ഒന്നാണ് ഞാൻ ഈ കൊണ്ടു നടക്കുന്ന പ്രാണനോ ജീവനോ ജീവിതമോ എന്നൊക്കെ തിരിച്ചറിഞ്ഞാൽ അതോടുകൂടി കുറച്ചുകൂടി ഒരു മാറ്റമുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? എന്തായാലും ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ദീർഘകാലം ജോലി ചെയ്തൊരു മനുഷ്യന് ഏതാണ്ട് റിട്ടയർമെൻറ്റിൻ്റെ കാലമൊക്കെ ആവുന്നു. എന്നാലും കുറച്ച് കാലവും കൂടെ വേണമെങ്കിൽ ജോലി ചെയ്യാം. റിട്ടയർമെൻറ്റിന് ശേഷവും തൻ്റെ ഈ കമ്പനിയിൽ പലരും തുടർന്നും ജോലി ചെയ്യുന്നുമുണ്ട്. ആവാവുന്നത്രയും കാലമൊക്കെ തനിക്കും അങ്ങനെ നിൽക്കാൻ പറ്റും. കാരണം ഇക്കാലം കൊണ്ട് താനും ഒരു തൻ്റെ ഒരു മുദ്ര ഈ ഒരു സ്ഥാപനത്തിൽ പതിപ്പിച്ചിട്ടുണ്ട്. എന്നാലും വിരമിക്കുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ സ്വയം വിരമിച്ച് ജീവിതത്തിലേക്ക്, തൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്കൊക്കെ മടങ്ങിപ്പോകാനായിട്ട് അയാൾ ആഗ്രഹിക്കുകയാണ്. എത്ര കാലമായി, മതി, ഇനി ഈ ജോലിയൊക്കെ നമുക്കൊന്ന് വിട്ട് ഒരു വിശ്രമം ആവശ്യമാണ്. കുടുംബവും കുടുംബക്കാരും ഒക്കെ ആയിട്ട് സ്വന്തം ദേശത്ത് നാട്ടിലൊക്കെ ജീവിക്കണ്ടേ. അങ്ങനെ അയാളത് തൻ്റെ ബോസുമായി സംസാരിക്കുന്നു. ബോസ് ഒരുപാട് നിർബന്ധിക്കുന്നു, കുറേ കാലം കൂടെ നിൽക്കാനായിട്ട്. പ്രായമൊന്നും ആയില്ലല്ലോ, ആരോഗ്യം നന്നായിട്ടുണ്ട്, ഇപ്പോൾ എന്തിനാണ്, ഭാവി ചിന്തിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ ഒന്നിനും സമ്മതിക്കുന്നില്ല. പക്ഷേ അവസാനം ബോസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇയാൾ വിരമിച്ചോ, കുഴപ്പമില്ല, ഇയാൾ തന്നെ ഇയാളുടെ ഒരു ഭാവിയെ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ ഒരു വർക്കും കൂടി ഒന്ന് പൂർത്തീകരിച്ചിട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ ഈ മനുഷ്യനെ ഓർക്കും, ഈ ബോസ് തന്നെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, തന്നെ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വിരമിക്കുന്നതിന് മുമ്പ് ഒരു ജോലിയും കൂടെ ഏൽപ്പിക്കുക. അങ്ങനെ ഒരു വീടായിരുന്നു. ആ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കെ ഇയാളാകെ മടുത്തിരുന്നു. അതുകൊണ്ട് വേണ്ട പോലെ ഒരു മേൽനോട്ടമൊന്നും ഇയാൾ നോക്കിയില്ല. സാരമില്ല, ഇത് അവസാനത്തെ വർക്കാണ്, ഇത്രയും കാലം ഞാൻ വിശ്വസ്തനായിരുന്നു, കൃത്യമായി എൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് നിർവഹിച്ച ആളാണ്, ഈ അവസാനത്തേതല്ലേ. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു അറിയാതെയോ അറിഞ്ഞോ ഒരു അലസതയും മടിയും ഉത്തരവാദിത്തക്കേടൊക്കെ വന്നിരുന്നു. എന്നാലും അത് പുറമേ ഭംഗിയായിട്ട് അയാൾ പൂർത്തീകരിച്ചു. പുറമേ മാത്രമാണ് ആ ഭംഗിയെന്ന് അയാൾക്കറിയായിരുന്നു. അത് നേരിട്ട് കാണാനായിട്ട് പൂർത്തീകരിച്ച ദിവസം ഈ ബോസ് എത്തുകയാണ്. ബോസ് എല്ലാം വളരെ നോക്കിക്കണ്ടു, വളരെ സന്തോഷവാനായി. മനോഹരമായിരിക്കുന്നു നിങ്ങളുടെ ഒടുവിലത്തെ ഈ ഉത്തരവാദിത്വവും, നിങ്ങൾ പോകുന്നത് കമ്പനിക്ക് വലിയൊരു നഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാ യാത്രയപ്പിൻ്റെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ട് പോകാൻ നേരത്തെ ഈ ബോസ് ഇയാളെ വിളിച്ചിട്ട് ഒരു താക്കോൽ ഏൽപ്പിക്കുകയാണ്. ഈ കമ്പനിയിൽ ഇത്രയും ദീർഘകാലം സേവനം ചെയ്തതിന്, അതും ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് സേവനം ചെയ്തതിന് നിങ്ങളുടെ വിരമിക്കൽ വേളയിൽ കമ്പനി തരുന്നൊരു ഉപഹാരമാണ് ഈ ഭവനം. അത് കേട്ടതോടുകൂടി ഇയാൾ അയ്യോ എന്ന് നിലവിളിച്ചു. ആ ബോസ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? ഇയാൾ പറഞ്ഞു, ഒന്നുമില്ല, സന്തോഷം കൊണ്ടാണ്. ബോസ് അങ്ങ് പോയതിന് ശേഷം ഇയാൾ അവിടെ ഇരുന്ന് വിലപിക്കുകയാണ്, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, ഇത് തനിക്കായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈ വീടിൻ്റെ നിർമ്മാണം ശ്രദ്ധിക്കാമായിരുന്നു. അവനവൻ്റേതാണ് ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം നമ്മളും ഓർത്തും വിലപിച്ചും കരഞ്ഞു ഇരിക്കും. അയ്യോ, എൻ്റേതായിരുന്നോ എൻ്റെ ജീവിതം? അങ്ങനെയായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് നന്നാക്കാമായിരുന്നു. ഏതാണ്ട് ഈ തിരിച്ചറിവും അതേ തുടർന്നുള്ള വിലാപവും ഒക്കെ പൊട്ടിപ്പുറപ്പെടുക മരണത്തിൻ്റെ നേരത്താണെങ്കിൽ, ആ ഒരു മുഹൂർത്തത്തിലാണെങ്കിൽ, പിന്നെ എന്ത് ചെയ്യാനായിട്ട് അയാൾക്കൊരു സാധ്യതയുണ്ട്? അതോടുകൂടി എല്ലാം അവസാനിക്കുകയല്ലേ. മനുഷ്യൻ എന്ന നിലയിൽ കുറച്ചുകൂടി അവൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിയണ്ടേ? ക്രിസ്തുയേശു പോലും ആകാശപ്പറവുകളെക്കുറിച്ച് പറഞ്ഞിട്ട് ഇതിലും എത്രയോ ശ്രേഷ്ഠരാണ് മനുഷ്യരെന്ന നിലയിൽ. അങ്ങനെയാവുമ്പോൾ നമ്മളെങ്ങനെ ജീവിക്കണമെന്നാണ്? ഉത്തരവാദിത്വങ്ങളൊന്നും നിർവഹിക്കാതെ ദൈവം തരുമെന്ന് വിചാരിച്ച് ജീവിക്കാനല്ല, മറിച്ച് അവനവൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ്, എന്നാൽ പരിപാലനയും കരുതലും സംരക്ഷണവും നൽകുന്നതും എല്ലാം പാകപ്പെടുത്തി അനുകൂലമാക്കി തരുന്നതും ദൈവമാണെന്നുള്ള ഒരു അടിസ്ഥാന വിചാരത്തിലും അടിസ്ഥാന വിശ്വാസത്തിലും നിലനിന്ന് മുമ്പോട്ട് പോകാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യനെന്ന നിലയിൽ എന്തുകൊണ്ടാണ്
എനിക്കത് പലപ്പോഴും കഴിയാതെ പോകുന്നത്. വിശുദ്ധനായ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് എത്തുമ്പോൾ ഇങ്ങനൊരു വചനമുണ്ട്. അവൻ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി ചെയ്യുന്നു. അവൻ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി നിർവഹിക്കുന്നു. ആരെക്കുറിച്ചാണ് ഈ നല്ല സാക്ഷ്യപത്രം? ആരെക്കുറിച്ചായാലും അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. അഭിനന്ദിക്കേണ്ട, പ്രത്യേകമായി അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരെക്കുറിച്ചായാലും അയാൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി ചെയ്യുന്നുവെന്ന്. ഈ അഭിപ്രായം പറയുന്നത്, ഈ സാക്ഷ്യപത്രം നൽകുന്നത് ജനങ്ങളായിരുന്നു, യേശുവിനെക്കുറിച്ചായിരുന്നു. യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ ചിട്ടകളെയും ക്രമങ്ങളെയും വർത്തമാനങ്ങളെയും നിലപാടുകളെയും പ്രവൃത്തികളെയും ഒക്കെ നിരീക്ഷിച്ചിട്ടാണ് അവർ പറയുന്നത് ഇവനെല്ലാ കാര്യങ്ങളും എത്ര ഭംഗിയായി നിർവഹിക്കുന്നു, ഏറ്റവും നന്നായി ചെയ്യുന്നു എന്നാണ് പറയുക. എൻ്റെ നിങ്ങളുടെയുമൊക്കെ ജീവിതത്തെ മറ്റൊരാൾക്കും ഇപ്രകാരമൊന്ന് വിലയിരുത്താൻ പറ്റും. സർവശക്തനായ, എല്ലാം കാണുന്ന, സർവ്വവ്യാപിയായ ദൈവത്തിനും തീർച്ചയായിട്ടും പറ്റും പരിപൂർണമായി ഒരു വിലയിരുത്തൽ നടത്താനായിട്ട്. അങ്ങനെയാണെങ്കിൽ അവനവൻ്റെ പ്രായം വരെ, ഈ ദിവസവും നേരവും വരെ ജീവനോടെ ആയിരിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ജീവിച്ച ജീവിതം ശരിയായ വിധത്തിലായിരുന്നു. ജീവിച്ച ജീവിതവും ശരിയായി ജീവിക്കേണ്ട ജീവിതവും തമ്മിൽ വല്ലാത്ത അന്തരമുണ്ടായിട്ടുണ്ടോ? അവ തമ്മിലുള്ള അകലവും വിടവും എൻ്റെ ജീവിതത്തിൽ വളരെ കൂടുതലാണോ? ജീവിച്ച ജീവിതവും യഥാർത്ഥത്തിൽ ജീവിക്കേണ്ട ജീവിതവും, ഇത് രണ്ടും കൂടി എപ്പോഴാണ് ഒന്നായി മാറുന്നത്? അങ്ങനെ ഒന്നായി മാറുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വമായാലും നമ്മളുടെ സാമൂഹ്യ ജീവിതമായാലും ആത്മീയ അനുഷ്ഠാനങ്ങളായാലും അതിനൊരു ഫലസമൃദ്ധി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ജീവിച്ച ജീവിതവും ജീവിക്കേണ്ട ജീവിതവും അവ തമ്മിലൊന്ന് ഏകീകരിക്കണമെങ്കിൽ അവനവനിൽ ദൈവം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ധാരണ സ്വയം ഉണ്ടാക്കിയെടുത്തേ മതിയാവും. തമ്പുരാൻ എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്? അവ ഞാൻ നിർവഹിക്കുന്നുണ്ടോ? ഒരു വിദ്യാർത്ഥി എടുത്താൽ പഠിക്കുന്ന കാര്യത്തിൽ എന്തുമാത്രം താല്പര്യബോധമുണ്ട്, അതിനുവേണ്ടി എന്തുമാത്രം ത്യാഗം സഹിക്കാനായിട്ട് അയാൾ സന്നദ്ധനാണ്. വല്ലാത്തൊരു മത്സര ബോധത്തിനകത്ത് ഞാനും നിങ്ങളുമൊക്കെ വളർത്തപ്പെടുന്നുണ്ട്. മറ്റൊരാളെ തകർത്തുകൊണ്ട് വേണോ ഞാൻ വളരാനായിട്ടും തളിർക്കാനായിട്ടും? എനിക്ക് തളിർക്കാനായിട്ട് മറ്റൊരാളെ തകർക്കണമെന്ന് അത്തരമൊരു ഒരു രചനാമന്ത്രമാണ് പലപ്പോഴും നമുക്കിടയിൽ ഈ കാലം നൽകുന്നത്. മറ്റൊരാളെ തകർത്ത് അയാളുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് വേണം എനിക്ക് നിലനിൽക്കാനായിട്ട്. ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പും വിജയവുമൊക്കെ മറ്റുള്ളവരെ ഇല്ലാതാക്കിക്കൊണ്ടും പരാജയപ്പെടുത്തിക്കൊണ്ടും തകർത്ത് കളഞ്ഞുകൊണ്ടും മാത്രമായി മാറുന്ന ഒരു കാലത്തും ലോകത്തും ജീവിക്കേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് നമ്മളൊക്കെ ശരിയാവുക? സ്കൂളിലെ പഠനവുമായി ബന്ധപ്പെട്ടും പഠനേതര കാര്യങ്ങളിലുമൊക്കെയുള്ള ആ മത്സരബോധത്തിൻ്റെ അളവ് വല്ലാതെ തെറ്റുന്നില്ലേ? ഈ സ്കൂളിലെ പഠനം വിട്ടിട്ട് നമ്മൾ ദേവാലയത്തിലേക്ക് വെറുതെ എന്ന് വന്നാൽ നമ്മൾ അവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ, അല്ലേ? ആ പഠനശാലയിൽ പോലും എന്തുമാത്രം ശക്തമായ അനാവശ്യ മത്സരങ്ങളുണ്ട്. ആലോചിച്ച് നോക്കിയേ, ഈ മത്സരങ്ങളൊക്കെ വല്ലാതെ പെരുകുമ്പോൾ ശരിക്കും ഈ മത്സരത്തിൽ ഏർപ്പെടുന്നത് പുറത്ത് മാതാപിതാക്കളും പിന്നീട് ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുമായി മാറുന്നുണ്ട്. അങ്ങനെയാണ് സൺഡേ സ്കൂളും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ സ്കൂളും, സെക്കുലർ സ്കൂളും സൺഡേ സ്കൂളും പിന്നെ അവനവൻ്റെ ഭവനവുമൊക്കെ വല്ലാതെ മത്സരത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ജയിക്കണമെന്നുള്ള ഒരു തോന്നൽ നൽകുന്നത് അത് ഉള്ളിലിങ്ങനെ ഒന്ന് കുരിപ്പിടിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ എല്ലാവരെയും തോൽപ്പിക്കണമെന്നുള്ള വിചാരവും കൂടി വല്ലാതെ നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട്. തോൽപ്പിക്കുന്നതിനേക്കാളും അപ്പുറത്ത് ഇനിയും അവനൊന്നും ഒരു മത്സരത്തിന് പോലും വരരുതെന്ന് ആഗ്രഹിച്ച് തകർത്ത് കളയുകയാണ്. അതുകൊണ്ടാണ് ഗ്ലാസ് മുറിയിലേക്ക് ഒരു അധ്യാപകൻ വന്നിട്ട് എല്ലാവർക്കും ഓരോ ബലൂൺ കൊടുത്തു, വേഗം വീർപ്പിക്കുക, കെട്ടുക എന്ന് പറഞ്ഞു. പിള്ളേർക്കൊക്കെ ഉത്സാഹമായി. എന്തോ ഒരു ഇതാണ്, മത്സരത്തിനാണ്. പിള്ളേർ പെട്ടെന്ന് സജ്ജമായി. 10 മിനിറ്റ് സമയമുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എല്ലാവരും ബലൂണൊക്കെ വീർപ്പിച്ച് കെട്ടിയെന്ന് ചോദിച്ചു. 40 കുട്ടികളും പറഞ്ഞു തങ്ങളൊക്കെ ബലൂൺ വീർപ്പിച്ച് കിട്ടി. 10 മിനിറ്റ് സമയം, ഇത്രയേ ഉള്ളൂ മത്സരം. 10 മിനിറ്റ് കഴിയുമ്പോൾ അവനവൻ്റെ ബലൂൺ പൊട്ടാതെ സൂക്ഷിക്കുക. അതുകൊണ്ട് പിള്ളേർക്ക് കുറച്ച് ഉത്സാഹം കുറഞ്ഞു. അതേ ഉള്ളൂ.
ഒരു കുറച്ചും കൂടി എന്തെങ്കിലും നമുക്ക് ആക്ട് ചെയ്യാനായിട്ടുള്ള മത്സരം എല്ലാവരും പ്രതീക്ഷിക്കുക. അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, 10 മിനിറ്റ് സമയമുണ്ട്, സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവനവൻ്റെ ബലൂൺ പൊട്ടാതെ സൂക്ഷിക്കുക. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് പൊട്ടുന്ന ഒച്ച കേട്ടു. മറ്റവൻ ഇവൻ്റെ ബലൂൺ പൊട്ടിക്കുന്നു, അവനെ ആക്രമിക്കാൻ പോകുന്നു. 10 മിനിറ്റ് എന്ന് പറഞ്ഞ യുദ്ധക്കളമായിരുന്നു ക്ലാസ്. മാറി നിന്നിങ്ങനെ എല്ലാം നോക്കി അധ്യാപകൻ ഭയങ്കര നിരാശനുമായി. 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റൊന്നും വേണ്ടി വന്നില്ല. ആദ്യത്തെ 3-4 മിനിറ്റ് കൊണ്ട് തന്നെ പടവെന്ന് മുഴുവൻ ബലൂണും പൊട്ടി. അധ്യാപകൻ പതിയെ തിരുത്തി കൊടുക്കുകയാണ്. എന്തായിരുന്നു ഇവിടെ ഞാൻ നടത്തിയ മത്സരം? ഞാൻ നടത്തിയ മത്സരം പോലും ആയിരുന്നില്ല, വലിയൊരു പാഠമായിരുന്നു, ഒരു ലെസൺ പഠിപ്പിക്കുകയായിരുന്നു. എന്തായിരുന്നു അത്? 10 മിനിറ്റ് സമയം അല്ലേ? ആ 10 മിനിറ്റ് സമയം അവനവൻ്റെ ബലൂൺ പൊട്ടാതെ നോക്കുക. അപ്പോൾ പിള്ളേർ പോലും ശരിയാണ്, അവനവൻ്റെ ബലൂൺ പൊട്ടാതെ നോക്കുക. ഇതിനിടയിൽ അവരൻ്റെ ബലൂൺ പൊട്ടിക്കണമെന്ന് നിങ്ങളോട് ആരാവശ്യപ്പെട്ടത്? മത്സരത്തിൻ്റെ അടുത്ത് അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നോ? അവരൻ്റെ ബലൂൺ പൊട്ടിക്കണമെന്ന്? 40 പേർക്കും 40 കുട്ടികളടങ്ങിയ ക്ലാസ്സാണ്. 40 പേർക്ക് ഒരുപോലെ ജയിക്കാവുന്നൊരു മത്സരമാണ്. നിങ്ങൾ എത്ര നേരം കൊണ്ട്, എത്ര കുറഞ്ഞ സമയം കൊണ്ട് അതൊരു മത്സരക്കളമാക്കി മാറ്റി 3-4 മിനിറ്റ് കൊണ്ട് എല്ലാവരെയും പരാജയപ്പെടുത്തി. ഓർത്ത് നോക്കിക്കേ, അവനവൻ മാത്രം നിലനിൽക്കണമെന്നുള്ള വിചാരവും അവനവൻ ജയിക്കണമെങ്കിലും അവനവൻ നേടണമെങ്കിലും മറ്റുള്ളവരെ പരാജയപ്പെടുത്തണം, അവൻ്റെ ഇത് തകർക്കണമെന്നുള്ള ചിന്ത വന്നതോടുകൂടിയാണ് അവരൻ്റെ ബലൂണ് ഉന്നം വെച്ച് തുടങ്ങിയത്. അതോടുകൂടി അപ്പുറത്ത് നിൽക്കുന്നവൻ ഇവൻ്റെ ബലൂണ്, അവനെ എന്ത് വേഗമാണ് ഒരു നല്ല അന്തരീക്ഷം മോശമായി മാറുന്നത്. അവിടെയാണ് ക്രിസ്തുയേശുവിനെക്കുറിച്ച് സുവിശേഷകനായ മർക്കോസ് പറഞ്ഞത്, അവൻ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി നിർവഹിക്കുന്നു. അങ്ങനെയൊരു സാക്ഷ്യം എന്നെക്കുറിച്ചും ഉണ്ടാകണമെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഈ മത്സരബോധം ഒന്ന് ഒഴിവാക്കണം, ആകുലതയും ഉത്കണ്ഠയും ഒഴിവാക്കണം. അതിനുള്ള മാർഗമാണ് കരുതുന്ന, സംരക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് ഞാൻ കണ്ടെത്തുകയും എൻ്റെ ജീവിത അനുഭവത്തിൻ്റെ ഭാഗമാക്കി വെക്കാനായിട്ട് ഞാൻ തയ്യാറെടുക്കണം. അല്ലാതെ അതൊരു അറിവായിട്ട് മാത്രം മാറിയിരുന്നാൽ അതൊരിക്കലും എന്നെ തൊടത്തില്ല. മറിച്ച് അറിവുകളൊക്കെ പതിയെ അനുഭവമായി മാറണ്ടേ. വ്യക്തിപരമായ ഒരു ദൈവാനുഭവത്തെ നമ്മളും ഒന്ന് രൂപപ്പെടുത്തിയില്ല എങ്കിൽ നമ്മളും വല്ലാതെ പതറിപ്പോവും, ചിതറിപ്പോവും. ഉറപ്പില്ലാതെ, ശരിക്കും പറഞ്ഞാൽ ഉറപ്പില്ലാതെ നമ്മൾ കറങ്ങിപ്പോവും. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകാൻ പാകത്തിന് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്നും കൂടി ഒന്ന് ക്രമീകരിക്കേണ്ടത്? അവിടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുക. എന്താണ്? എൻ്റെ കഴിവോ പ്രാപ്തിയോ സാമർഥ്യമോ അറിവോ സമ്പത്തോ സൗന്ദര്യമോ ഇതൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു ഉടമസ്ഥനുണ്ട്. ഇതെല്ലാം ദാനമായിരുന്നു. ഇതെല്ലാം ദാനമാണെന്നുള്ളൊരു ഉറപ്പിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അറിയാതൊരു കൃതജ്ഞതയോ വിനയവും ഉണ്ടാവും. കാരണം ഇതെന്നെ വിശ്വസിച്ചേൽപ്പിച്ചത് തമ്പുരാനാണ്. അത് തമ്പുരാൻ്റെ കൂടി എന്തെങ്കിലും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനാണ്. അപ്പോൾ ദൈവം തന്ന വിഭവങ്ങളെ ഞാൻ കുറേ കൂടി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യും. അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിൽ, അങ്ങനെ എന്നെക്കൊണ്ട് മറ്റു മനുഷ്യർക്ക് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിൽ അവരുടെ നന്മയ്ക്കായിട്ട് കൂടി ഞാൻ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ എന്ത് ഭംഗിയാവും. അവിടെയാണ് മഹത്വമുള്ള, ശ്രേഷ്ഠതയേറെയുള്ള മനുഷ്യൻ എന്ന നിലയിലുള്ള എൻ്റെ ജീവിതം സഫലമാവുക. ദൈവം പോലും മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു എന്ന് നമ്മൾ ഓർക്കുമ്പോൾ, തിരിച്ചറിയുമ്പോൾ മനുഷ്യൻ എപ്പോഴോ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞ അവൻ്റെ മഹത്വം വീണ്ടെടുക്കാനായിരുന്നു. അതായിരുന്നു ക്രിസ്തുയേശു പോലും കാണിച്ചു തന്ന നല്ല മാതൃക. അതിനെ പിന്തുടരാനായിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ ഒരുക്കിയേ മതിയാവും. അതിന് അനാവശ്യമായ ഉത്കണ്ഠകളും മത്സരബോധവും അവസാനിക്കട്ടെ. ഒപ്പം ഒരു സഹജീവികളോട് ഒരു സമഭാവം ഉണ്ടാവട്ടെ. കുറേ കൂടി സ്നേഹവും ആദരവും കരുതലും കാവലും ഉണ്ടാകട്ടെ. അങ്ങനെ ജീവിതത്തെ കുറേ കൂടി ഒരു ക്രിസ്തു അംശമുള്ള ജീവിതമാക്കി നമുക്ക് മാറ്റാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.